ഇങ്ങനെ വിഷമിക്കാതിരിക്കും. നല്ല ഒരുത്തൻ്റെ കൂടെ അവളെ ഇനി നമുക്ക് പിടിച്ചയക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ അവളെ ഒരാളിനെ പിടിച്ച് കൊടുക്കണമെന്നുണ്ട് ഞാൻ അവളെ അച്ഛൻ്റെ അടുത്ത് പോയി. നീ അങ്ങനെയൊന്നും പറയാതെ. നാട്ടുകാരുടെ നാടിനെല്ലില്ലല്ലോ. ഓരോരുത്തർ പറയുന്ന കേട്ടാ എനിക്ക് സഹിക്കില്ല. എനിക്കതെല്ലാം അറിയാം. നമുക്ക് പെറ്റ വയറാണ്. പൊന്നുപോലെ നോക്കി വളർത്തിയ കൊച്ചല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തെങ്കിലും അതിനൊരു വഴി ഉണ്ടാക്കാം. നാളെ എന്തായാലും ഞാൻ വിളിക്കാം, എന്തെങ്കിലും വിവരങ്ങൾ അറിയും. ഞാൻ ഇപ്പൊ പറയാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അവൾക്ക് ധൈര്യം കൊടുക്കണം. അവള് തളർന്നു പോയ എല്ലാ കാര്യങ്ങളും കുഴയും, അറിയാലോ കേട്ടാ. അപ്പൊ ഞാൻ ഇപ്പൊ ഇറങ്ങിയാണ്. എടി എന്ത് മര്യാദയാടാ നീ കാണിച്ചേ? നിങ്ങൾക്ക് എങ്ങനെ തോന്നി വല്ല അമ്മമാരെ കൊണ്ടുവന്ന് എന്നെ മുന്നിൽ നിർത്താൻ? മോളെ, നമുക്ക് വേറെ വഴിയില്ലാത്തോണ്ടല്ലേ. അന്ന് എന്താ നടന്നതെന്ന് അറിയുന്ന ആളാവുമ്പോ പ്രശ്നമില്ലല്ലോ. പിന്നെ അപ്പച്ചിക്ക് അറിയാവുന്ന കുടുംബമല്ലേ, അതുകൊണ്ടായിരിക്കും അപ്പച്ചി ഇങ്ങനെ ചെയ്തത്. അമ്മയ്ക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ. ഇതിലും ഭേദം എനിക്ക് വിഷം കൊല്ലുന്നതായിരുന്നു. ഇനി അതും കൂടെ ഉള്ളു ബാക്കി. നിന്റെ അച്ഛൻ മരിച്ചിട്ട് ആരുടെയും മുന്നേ കൈ നീട്ടാതെ നിന്നെ ഞാൻ വളർത്തിയില്ലേ. അപ്പൊ എനിക്ക് ഇത് തന്നെ വേണം. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് അവൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എടി, അത് നമ്മുടെ സമൂഹം മനസ്സിലാക്കില്ല. അതുകൊണ്ടല്ലേ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന കിരണിനെ ഞാൻ വഴക്കുറഞ്ഞത്, കേസിന് പോവാതിരുന്നത്. അമ്മ ഞാനത് കേട്ട് മടുത്തു. അയാൾക്ക് എന്റെ അച്ഛന്റെ പ്രായമുണ്ട്. അതുമല്ല, അമ്മയ്ക്ക് എങ്ങനെ തോന്നി അയാളെ കെട്ടാൻ പറയാൻ? ഞാൻ അറിഞ്ഞില്ല ഇത്. അപ്പച്ചി ഒരു വഴി കാണിച്ചു തരാന്നേ പറഞ്ഞോളൂ. അയാളോട്ട് വിവാഹം ഉറപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ ഇവിടെ അമ്മയും മോളും കൂടെ? അവിടെ അവർ വന്ന് കാത്തിരിക്കുകയല്ലേ. കറുത്ത നീ അങ്ങോട്ട് വന്നേ. എനിക്ക് പറ്റില്ല. നിനക്കിത് എവിടെ നേടി ഇത്ര ധൈര്യം കിട്ടിയ? ഞാനൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നടത്താനും അറിയാം. മര്യാദയ്ക്ക് അവർ മുമ്പിൽ വന്നിട്ട് ഇവിടെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നത് നിനക്കറിയാമോ? ചേച്ചി, എന്നാലും അയാൾ കുറച്ച് പ്രായം കൊടുക്കുകയില്ലേ? എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നീ ഇങ്ങനെ സംസാരിക്കരുത് കേട്ടാ. പിന്നെ വിളക്കെട്ടാൻ ചുള്ളന്മാരിന്ന് വരുമെന്ന് വിചാരിച്ചോണ്ടിരുന്നു. വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ സഹിച്ചു. ഞാനൊരു സർവൈവർ ആണ്, അല്ലാതെ ഇവിടെ ജീവിതം അടുത്ത് മൂലയ്ക്ക് കിടക്കുന്ന ആളല്ല. അത് ചെയ്ത് വന്നിരിക്കുന്നു. ഞങ്ങള് പോവാ, നീ നിന്റെ മോള് കൂടെ എന്താന്ന് ചോദിക്കും.